കുളിച്ചിപ്പോൾ വന്നിരിക്കുന്നുള്ളൂ ഫ്രഷായിട്ട്. ഈ ഒരു മാസ്ക് ഇന്ന് ഞാൻ കടയിൽ പോയപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇല്ല, ഇതെനിക്ക് നോക്കി വായിച്ചാൽ മതി, അത് ഓക്കെ ആണ്. വേറെ മനസ്സിലാവും, ഓക്കെ ഈ കുട്ടിക്ക് അറിയാം, ഈ കുട്ടി പഠിച്ചിട്ട്. അപ്പോൾ അവിടെ എനിക്ക് +പോയിന്റ് കിട്ടും. നമ്മൾ കളിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഇനി കിടന്നിട്ട് നമുക്ക് നാളെ രാവിലെ നമ്മുടെ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിയുകയാണ്. ഇനി നന്ദുവിനെ ഒന്ന് വിളിക്കണം. എനിക്ക് അറിഞ്ഞൂടാട്ടോ. അപ്പൊ ഇവിടെ ഇപ്പൊ മഞ്ഞ് പെയ്ത് തുടങ്ങി കാണാം. മഞ്ഞ് പെയ്തിട്ട് തെന്നി കിടക്കാണ്. നമ്മൾ സൂക്ഷിച്ച് വേണം നടക്കാൻ. ബസ് ഇപ്പൊ തന്നെ വിളിച്ചു. ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. ഇനി നാളെ അവധിയാണ്, നാളത്തേക്ക് അവധിയാണ്. അതുപോലെ കുറച്ചുകൂടെ ടോപ്പിക്സ്, അനാട്ടമിയും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തുള്ള ടോപ്പിക്സ്. അതുപോലെ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ടുപോയി. ഈ ജർമ്മനിയിൽ നഴ്സിംഗ് പഠിക്കാൻ വരുന്നവർക്ക്, അത് പെഫോസ്യൂട്ട് എടുത്തിട്ട് വരുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ നേഴ്സസ് ആയിക്കോട്ടെ, ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് എടുക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്കൊക്കെ ലാംഗ്വേജിന് ബുദ്ധിമുട്ടുണ്ടാവും. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചെടുത്ത് അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് B2 കഴിഞ്ഞവർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇവിടെ പഠിക്കുന്നതും അതുപോലെ B2 രണ്ടും രണ്ടാണ്. ഒന്നാമത്തെ കാര്യം, കാരണം നമുക്ക് ആർക്കും മെഡിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതും നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ പാടാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ ഈ കഴിഞ്ഞ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ കേസാണെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസേ ഉള്ളൂ. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ല. അതുപോലെ കുറേ ബുദ്ധിമുട്ടുള്ള പിള്ളേരുണ്ട്, എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി ഞാനൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ലാംഗ്വേജ് ഓഫ് കെയർ എന്നാണ് ക്ലാസ്സിൻ്റെ പേര് വരുന്നത്. 1 മാസമാണ് ക്ലാസ് വരുന്നത്. ആഴ്ചയിൽ 4 ദിവസം ക്ലാസ് ഉണ്ടാവും. അത് ടൈമും കാര്യങ്ങളെല്ലാം സ്റ്റുഡൻസിൻ്റെയും അതുപോലെ എൻ്റെയും ടൈം വെച്ചിട്ടായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയാനായിട്ട് നമ്മൾ ക്ലാസ്സിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് പ്രൊബേഷനാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. പ്രൊബേഷൻ പീരീഡ്. അതല്ലാണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തും. കാരണം മരുന്നുകളായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ടൈമിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ കുറച്ചുകൂടെ ടോപ്പിക്സ്, അനാട്ടമിയും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തുള്ള ടോപ്പിക്സ് മിക്സപ്പ് ആക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സസ് വരുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടി നിങ്ങൾക്ക് ഞാനൊരു ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിലെ കുറച്ച് പിള്ളേരുടെ റിവ്യൂവും കാര്യങ്ങളും നമുക്കൊന്ന് കാണാം, അല്ലെങ്കിൽ കേൾക്കാം. അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അല്ലെങ്കിൽ ഇത് കേട്ട പിള്ളേർക്ക്, അതിലിവിടെ ജർമ്മനിയിൽ നഴ്സിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാവരും നാട്ടിലുള്ളവരാണ്. കുറച്ച് പേരുടെ മാത്രമാണ് റിവ്യൂ നമുക്ക് കറൻ്റ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം 11 പിള്ളേരുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ മന്തിലെ ക്ലാസ്സിൽ. അതിൽ കുറച്ച് പിള്ളേരുടെ റിവ്യൂ നമുക്ക് കിട്ടിയുള്ളൂ. കാരണം എല്ലാവരും ആ ടൈമിൽ ക്ലാസ്സിലുണ്ടായിരുന്നില്ല, ഒരു ലീവായിരുന്നു അവർക്ക് എല്ലാവർക്കുമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ റിവ്യൂ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇതെടുത്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ ഗുണമില്ലയോ എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അതൊക്കെ പോയി കേട്ടിട്ട് വരും കേട്ടോ. ഞാൻ നമ്മുടെ ക്ലാസ്സിലുണ്ടോ? ഓക്കെ, ഫസ്റ്റ് ആരാണ് പറയണത്? ആർക്ക് പറയാനാണ് താല്പര്യം? അറിയില്ല, ചാടി ഓടി വന്നിട്ടോ. കാരണം ഇന്ന് നമുക്ക് ഒത്തിരി ടൈം ഇല്ല, എനിക്ക് ആകെ 1 hour ഉള്ളൂ. ഇന്ന് ബെറ്റർ നീ ആരെങ്കിലും ഒരാളെ വിളിക്കുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ശിവാനി പറഞ്ഞു ഫസ്റ്റ് എന്താണ് ക്ലാസ്സിലെ ഓവറോൾ റേറ്റിങ്ങും, അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് കൊണ്ട് പ്രൊബേഷൻ പീരീഡൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുമോ, ഇത് യൂസ്ഫുൾ ആണോ, എങ്ങനെയുണ്ട്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നടക്കുമോ, എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നല്ലേ. ഞാൻ ഫസ്റ്റ് ക്ലാസ് കയറിയപ്പോൾ എനിക്കൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ആക്ച്വലി എനിക്ക് മനസ്സിലായ വീട്ടിൽ അവിടെ പോയിട്ട് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ സത്യം, പക്ഷെ എനിക്ക് എന്താ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇത് പിന്നെ അറിഞ്ഞപ്പോഴാണ് നന്നായി ക്ലാസ്സിൽ കയറിയത്. അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഷോക്കായനെ, ആസ് ഇൻ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ അവിടെ പോയിട്ട് ഷോക്കായനെ. പിന്നെ നല്ല ക്ലാസ്സായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ആസ് ഇൻ നല്ല മലയാളത്തിലൊക്കെ പറഞ്ഞു വരുമ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് പെട്ടെന്ന് കാര്യം എടുക്കാൻ കിട്ടി. പിന്നെന്ന് വെച്ചാൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ ടൈമിങ് കുറച്ചും കൂടി നേരത്തെ ആക്കായിരുന്നു. കാരണം ഇന്നലെയൊക്കെ ആണെങ്കിൽ കുറച്ച് ദിവസം മുന്നേക്ക് 10 മണിയൊക്കെ എക്സ്റ്റെൻഡ് ആയിരുന്നു. അപ്പോൾ കുറച്ചും കൂടി നേരത്തെ ആക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഈ ടൈം കുഴപ്പമില്ലായിരുന്നു. ആസ് എൻ ഓവറോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു.
ഓക്കെ, അപ്പം ശിവാനി പറഞ്ഞത് ശിവാനി പറഞ്ഞത് ക്ലാസ്സിൻ്റെ ടൈമിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പുതിയതായിട്ട് എന്തെങ്കിലും ക്ലാസ്സിൽ ആഡ് ചെയ്യാനോ എന്തെങ്കിലും ടോപ്പിക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്കങ്ങനെ തോന്നില്ല. ഇത് കുഴപ്പമില്ലാതെ തന്നെ തോന്നി. അത്യാവശ്യം കോണ്ടന്റ് ഉണ്ട്. ആ ഓക്കെ. നെക്സ്റ്റ് ആരാ? മരിയ ആൻ്റണിക്കൊന്ന് പറയാമോ? എനിക്കിപ്പം ശിവാനി പറഞ്ഞ പോലെയൊക്കെ തന്നെ ഫസ്റ്റ് അവിടെ നമ്മൾ ജേർണി ചെന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടൊന്നും മനസ്സിലാവില്ലല്ലോ. ഇപ്പൊ അവരൊരു കുറച്ച് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് എങ്ങനെയാ എന്നുള്ള ഓരോരോ കാര്യങ്ങളുടെ ഐഡിയാസ് നമുക്ക് കിട്ടി. അപ്പം അത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. ഫസ്റ്റ് അവിടെ ചെല്ലുമ്പോഴേ ഒന്നും അറിയത്തില്ലാണ്ട് നമ്മൾ വായും പൊളിച്ചിരിക്കുന്നതിൽ നല്ലത് ഇപ്പൊ അവരെന്ത് പറഞ്ഞാലും കംപ്ലീറ്റ്ലി മനസ്സിലായില്ലെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലായി. ക്ലാസ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. നോട്ട്സ് കാര്യങ്ങളും എല്ലാം നല്ല കംപ്ലീറ്റ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടോ പ്രൊബേഷൻ പീരീഡ് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന്? പ്രൊഫഷണൽ പീരീഡ് നമ്മൾ ഈ ഒരു രീതിയിൽ ഡെയിലി പഠിച്ചു പോകുവാണെങ്കിൽ ഓവർകം ചെയ്യാമെന്നൊരു കോൺഫിഡൻസ്. ഓക്കെ. ടീച്ചർ പറഞ്ഞ ഓരോ കാര്യങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കലിന്റെ സമയത്താണെങ്കിലും കുറെ കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു തന്നു. ഇപ്പം നമ്മൾ എങ്ങനെയാണ് പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഇപ്പൊ എനിക്കറിയത്തില്ലാത്ത കുറെ കാര്യങ്ങള് ചേച്ചിയുടെ ഓരോ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു തന്നത് എന്തുകൊണ്ടും നല്ലതായിരുന്നു. അപ്പം എനിക്കും കുറെ എല്ലാവർക്കും തന്നെ പുത്തൻ അറിവുകളും എല്ലാം കിട്ടിയല്ലോ, എങ്ങനെയാണ് പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നും എല്ലാം. ഓക്കെ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. എനിക്ക് ചോദിക്കണം തോന്നിയിട്ടുണ്ടായിരുന്നു, എനിക്കറിയില്ല നന്ദു അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടോന്ന്. ലൈക്ക് നിങ്ങൾ വിചാരിച്ചിരുന്നത് പോലെ തന്നെ ആയിരുന്നോ? ലൈക്ക് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിൽ പഠിച്ച് ശീലമില്ലാത്ത ഒരു രീതിയാണ്. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെപ്പറേഷൻ മനസ്സിലായോ? ഇവിടെ എങ്ങനെയാണ് വരുന്നത് ആൻഡ് ആ ഒരു രീതി നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവിടെ വന്ന് ഒറ്റയടിക്ക് പുതിയൊരു സംഭവം കയറുമോ? ആ ഒരു ഇത് എന്തെങ്കിലും പറയാൻ പറ്റുമോ അതിനെ പറ്റിയിട്ട്? അത് കംപ്ലീറ്റ്ലി നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല എന്ന് മനസ്സിലായി. ജർമ്മനിയിൽ നമ്മൾ ഫുൾ ഓഫ് കെയറിങ് ആണ് അവിടെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. ചേച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പം കെയറിങ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നി. പക്ഷെ നാട്ടില് നമുക്ക് അങ്ങനെ, ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നാലും നഴ്സുമാര് വരുന്നു പോകുന്നു, ഒരു മയമില്ലാത്തൊരു രീതിയാണ്. എന്നാലും ഉണ്ട് കേട്ടോ, നല്ലവരും ഉണ്ട്, കംപ്ലീറ്റ്ലി ഇല്ല എന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷെ അവിടുത്തെ ജർമ്മനിയിൽ എനിക്ക് തോന്നുന്നു അവിടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ പേഷ്യൻസിനെ എങ്ങനെ നല്ല രീതിയിൽ അവരുടെ പേഷ്യൻസിന്റെ പ്രിഫറൻസ് അനുസരിച്ച് എങ്ങനെ നമ്മൾ കെയർ ചെയ്യുന്നു, ആ ഒരു രീതിയാണ് അവിടെ എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ കിട്ടും. എന്തൊക്കെയാണ് പുതിയ എന്തെങ്കിലും ടോപ്പിക്സ് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരണം എന്നൊരു ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇനി വരുന്ന സ്റ്റുഡൻസിന് പുതിയ എന്തെങ്കിലും ടോപ്പിക്സ് ആഡ് ചെയ്യണം എന്നൊരു സജഷൻ ഉണ്ടോ? പിള്ളേര് കുറച്ചും കൂടെ ജർമ്മനിൽ സംസാരിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ പിള്ളേര് വരാൻ മടിയാണ് എന്തായാലും. ഇപ്പൊ ഞാനിങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പൊ നമുക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടറിയാം. നമ്മൾ വിളിച്ചാലും പിള്ളേര് വരില്ല. അപ്പൊ നമ്മള് 1-2 തവണ അവർ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ നമ്മൾ പയ്യെ അവരുടെ പേര് വിളിച്ച് അവരെ കൊണ്ട് തന്നെ ഫസ്റ്റ് തൊട്ട് നമ്മൾ ജർമ്മനിൽ സംസാരിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പൊ ചേച്ചി ജർമ്മനിലൊക്കെയാണ് സംസാരിപ്പിച്ചത്. കുറച്ചും കൂടെ മലയാളം എന്നുള്ളത് തീർത്തും അവർക്ക് പറ്റുന്നില്ലെങ്കിൽ മാത്രം മലയാളം ആക്കിയിട്ട് കംപ്ലീറ്റ്ലി ജർമ്മൻ എന്ന രീതിയിലാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. വേറെ എന്തെങ്കിലും ടോപ്പിക്സ് ആഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ടോപ്പിക്സ് ഇത്രയും ഇത് തന്നെ ധാരാളമാണ്. ഇതിന്റെ കുറെ പഠിക്കാനുണ്ട്. നമ്മുടെ ഹാർട്ടിന്റെ ആണെങ്കിലും എല്ലാത്തിലാണെങ്കിൽ കുറെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഏഞ്ചൽ മരി ഒന്ന് പറയാമോ? എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ക്ലാസ്, നല്ല വർത്താണെന്ന് തോന്നി.
ടെൻഷനൊന്നും ഇല്ലാണ്ട് അവിടെ കുറച്ച് 6 മാസത്തേക്ക് പ്രൊബേഷൻ പീരീഡ് ഒക്കെ കഴിയാമെന്ന് തോന്നി. ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് പ്രശ്നം വന്നത് ടൈമിന്റെ കാര്യത്തിലായിരുന്നു. എനിക്ക് കുറച്ച് ക്ലാസ് ഒക്കെ മിസ്സായി. അതായത് എനിക്ക് വേറെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി ആകെ ക്ലാസ് അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായി. വേറെ കുഴപ്പമൊന്നും എനിക്കുണ്ടായിരുന്നു. നല്ല ക്ലാസ്സായിരുന്നു. ഓക്കെ, വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റുമോ? അതെ, കൊടുക്കുന്ന പൈസക്ക് വേർത്താണ്. ഒരിക്കലും നഷ്ടമാവില്ല എന്തായാലും. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ അങ്ങനെ എന്തെങ്കിലും സജഷൻസോ അഡ്വൈസോ എന്തെങ്കിലും ഞങ്ങൾക്ക് തരാൻ ഫീഡ്ബാക്ക്സ്? എനിക്ക് പ്രശ്നം വന്നത് ടൈമിന്റെ കാര്യം മാത്രമാണ്. അല്ലാണ്ട് എനിക്ക് പേഴ്സണലി വേറെ ചേഞ്ച് ഒന്നും വേണമെന്ന് തോന്നിയില്ല. ഓക്കെ, വാട്ട് അബൌട്ട് ലേറവിൻ ലത്തീഫ്? അടിപൊളിയാണ്. ഓക്കെ, അദീന? എനിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മാർച്ച് 1 ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട് ഒത്തിരി ബീറ്റ് പഠിച്ചിട്ട് ഒത്തിരി നാളായിരുന്നു. അപ്പം ഇങ്ങനെ ജർമ്മനുമായിട്ടുള്ള കണക്ഷനൊക്കെ വിട്ടിരുന്ന കൊണ്ട് പോകാൻ പ്രൊബേഷൻ പീരീഡ് ആ ടൈമിലൊക്കെ ഇങ്ങനെ പേടിയുണ്ടായിരുന്നു എനിക്ക് പോകാൻ വേണ്ടി. ഭയങ്കര ആ ഒരു ഇതിനാണ് ഞാൻ ക്ലാസ് ചേർന്നത്. അപ്പോൾ എനിക്ക് ക്ലാസ് കയറിയപ്പോൾ എനിക്ക് ഇപ്പോൾ ഒത്തിരി കോൺഫിഡൻസ്, അതിന് ഒരു പ്രിപ്പറേഷൻ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഒത്തിരി വർത്തായിരുന്നു. എനിക്ക് ഒത്തിരി സഹായം ഉണ്ടായിരുന്നു ഈ ക്ലാസ്. നെക്സ്റ്റ്, എന്തെങ്കിലും ചേഞ്ചസ് അങ്ങനെ എന്തെങ്കിലും അഡ്വൈസ്, ഫീഡ്ബാക്ക്സ്? എനിക്ക് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ടൈമും കുഴപ്പമില്ലായിരുന്നു. കാരണം ഞാൻ ആ വൈകിട്ടത്തെ ടൈമിൽ ഫുള്ള് ഫ്രീ ആയിരുന്നതുകൊണ്ട് ടൈം എനിക്ക് കുഴപ്പമില്ലായിരുന്നു. വേറെ എനിക്ക് മിസ്സും നല്ല നമുക്കിങ്ങനെ പേടിയില്ല. സാധാരണ എനിക്ക് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഐഡിയാസ് ഒക്കെ പറയാൻ വേണ്ടി പേടിയുണ്ടായിരുന്നു. പക്ഷെ മിസ്സിനോട് അങ്ങനെ പേടിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമുക്ക് തുറന്ന് സംസാരിക്കാം എന്താണേലും. അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നെക്സ്റ്റ്, താങ്ക് യു കേട്ടോ. നെക്സ്റ്റ് മരിയ. എനിക്ക് മാർച്ച് 1 ക്ലാസ് വന്നു. അപ്പം ഇങ്ങനൊരു ക്ലാസ് ഞാൻ നോക്കി നടക്കുകയായിരുന്നു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു സിനിമ കോച്ചിനെ കുറിച്ച്. ഈ ജനുവരി ഫെബ്രുവരി ക്ലാസ് നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോഴാണ് മിസ്സിൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോ കാണുന്നത്. അപ്പം തന്നെ ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ മെസ്സേജ് അയച്ചു. പിന്നെ പ്രൊബേഷൻ പീരീഡിനെ കുറിച്ചിട്ടൊന്നും ഒരു അറിവില്ലായിരുന്നു. അപ്പം ഇപ്പോൾ ഒത്തിരി മിസ്സിൻ്റെ കുറച്ച് ഒത്തിരി എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അറിവ് കിട്ടുമായിരുന്നു. അപ്പം ക്ലാസ് എനിക്ക് ഓരോന്നും ഇഷ്ടപ്പെട്ടു. പിന്നെ മിസ് നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മളെന്ത് പൊട്ടത്തരം പറഞ്ഞാലും കുഴപ്പമില്ല, ആൾക്കൊന്നും പറഞ്ഞില്ല, ഫ്രണ്ട്ലിയാണ്. എനിക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ടൈമിൽ ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ECG സംഭവത്തെക്കുറിച്ച് പഠിക്കാതെ കൊള്ളാം. കേൾക്കത്തില്ല. ECGയോ? ഓക്കെ, ആ ടോപ്പിക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓരോന്നും ക്ലാസ് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. താങ്ക് യു. നെക്സ്റ്റ്, ആശ്വിൻ. ക്ലാസ് നല്ലതായിരുന്നു. എനിക്ക് ടൈമിനൊന്നും ഇഷ്യൂ ഇല്ലായിരുന്നു. ഞാനിവിടെ ജർമ്മനിലാണ്. ടൈമിന് വലിയ ഇഷ്യൂ വന്നിട്ടില്ലായിരുന്നു. 1-2 ദിവസം ഒരു 10 minutes 20 minutes ആയി ലേറ്റ് ആവുമായിരുന്നു. അതല്ലാണ്ട് വേറെ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. ക്ലാസ് നല്ലതായിരുന്നു. എനിക്ക് ഏറ്റവും സ്റ്റാർട്ട് ചെയ്തു. അപ്പം അങ്ങനെ ഇതിന് മുന്നേ ഇങ്ങനെ ക്ലാസ് കിട്ടിയായിരുന്നു. ഇപ്പം മനസ്സിലായി എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്. പിന്നെ ടോപ്പിക്സ് ഒരുപാടുണ്ട് പഠിക്കാൻ. ഇപ്പോൾ കണ്ടപ്പോൾ കിളി മുഴുവൻ പോയി. ഇതെങ്ങനെ പഠിച്ചെടുക്കുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം സിമ്പിളായിട്ട് തോന്നി. പിന്നെ മിസ്സായാലും നല്ല ഫ്രണ്ട്ലിയാണ്. ചോദിക്കുന്നതെല്ലാം പറഞ്ഞൊക്കെ തരും. നന്നായി അർക്കാരം ചെയ്തതും എല്ലാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലായിരുന്നു. സോ അപ്പം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നാളെ എക്സാമാണ്. പ്രാക്ടിക്കൽ എക്സാം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ടീച്ചർ സിഷ്ടുണ്ടെന്ന് നമുക്കിവിടെ പറയാം. ഇവിടെ ടീച്ചർ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രാക്ടിക്കൽ സെക്ഷൻ ചെയ്യുന്ന സ്ഥലത്ത് വന്ന് നമ്മൾ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഔഫ്ഗാബൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്, ലൈക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്സ് ടീച്ചർ പറയുന്നതായിരിക്കും. അതിന് നമുക്കൊരു നോട്ടും ഉണ്ട്. ഓക്കെ, ആൻഡ് ആ ഒരു പരിപാടിയാണ് എൻ്റെ നാളെ.
അപ്പം ഞാൻ കറൻ്റ്ലി മാപ്പും കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തു. പക്ഷേ ഇപ്പം എൻ്റെ അടുത്ത് മാപ്പില്ല കാണിച്ചു തരാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. നമുക്ക് നാളെ അത് കാണിച്ചു തരാം. നാളത്തെ വീഡിയോയിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാം. ഇത് ഒരുമിച്ചായിരിക്കും വരുന്നത്. ഓക്കെ, കാരണം ഞാനിപ്പോൾ ആംബുലാൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കോപ്പി എടുക്കാൻ കാര്യങ്ങളൊന്നും എനിക്കിവിടെ ഇതൊന്നുമില്ല, പ്രിൻ്ററൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന നേഴ്സ് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന നേഴ്സ് പുള്ളിക്കാരി കോപ്പി എടുത്ത് അവിടെ വെച്ചേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ നാളെ പോകുമ്പോൾ അത് കളക്ട് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് നാളെ വർക്കില്ല, പക്ഷെ എനിക്ക് ഡയറക്റ്റ് എക്സാമിന് പോകണം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെക്ഷന് വേണ്ടി ഡയറക്റ്റ് പോകണം. അപ്പം ഞാൻ എഴുതിയെല്ലാം സെറ്റാക്കി എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ യൂബങ്ങനൊന്നും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. വൺ ടൈമോ മറ്റോ ഒരു പുള്ളിക്കാരിനെ കുളിപ്പിച്ച് ഷുഗർ ചെക്ക് ചെയ്ത് ഇൻസുലിൻ കുത്തിവെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കുത്തിവെക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ പരിപാടിയുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിനി പഠിക്കാനുണ്ട്. കാരണം നമ്മൾ ആ പേഷ്യൻറ്റിന് നമ്മുടെ ടീച്ചറിന് വേണ്ടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇന്നതാണ് പേഷ്യൻ്റ്, ഇന്ന അസുഖങ്ങളുണ്ട്, ബ്ലാ ബ്ലാ ബ്ലീ ബ്ലൂ ബ്ലൂ ഒക്കെ പറയും. അന്നേരം നമുക്ക് ടീച്ചർ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തിരിച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു ക്രാങ്ക് ഹൈറ്റിനെ പറ്റിയിട്ടോ സംതിങ് എന്തെങ്കിലും നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമ്മളതിന് ഉത്തരം പറയണം. അതിന് നമുക്ക് മാർക്ക് ഉണ്ടാവും. സോ അതിന് വേണ്ടൊക്കെ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന സെക്ഷനാണിത്. അപ്പം ഞാൻ പഠിക്കാൻ പോകുന്നതിന് മുന്നേ കുളിച്ചിപ്പോൾ വന്നിരിക്കുന്നുള്ളൂ ഫ്രഷായിട്ട്. ഈ ഒരു മാസ്ക് ഇന്ന് ഞാൻ കടയിൽ പോയപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാസ്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈ മാസ്കും ഇട്ട് നമുക്ക് ഓരോ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. പൊട്ടിച്ചപ്പോൾ തന്നെ കണ്ടിലേക്കാണ് തിരിച്ച്. ഓക്കെ, അപ്പം ഞാൻ ഇതൊന്ന് ഇതൊരുമാതിരി മാസ്ക് ആണല്ലോ ഗൈസ്. ഇത് നോക്കട്ടെ കേട്ടോ, ട്രൈ ചെയ്ത് നോക്കട്ടെ. എങ്ങനെ ഇരിക്കുന്നത്? ഓക്കേ, actually it's cool guys. ഓ, കണ്ണരിയെന്ന് കണ്ണി പോയിട്ട്. ഗുഡ്. അപ്പം ഇതും വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഇരിക്കും. നമ്മൾ കുറച്ച് നേരം നന്ദുവിനെ വിളിച്ച് ബ്ലാബ്ല അടിച്ചുകൊണ്ടിരുന്നു. അപ്പം നന്ദുവിനെ ഞാൻ നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. കാരണം ഇന്ന് നന്ദു നല്ലൊരു മൂഡിലല്ല, പനിയും കുറേയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്കിനി പയ്യെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ വർക്ക് കാണിച്ചു തരാം നിങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളത്. വെയിറ്റ്, ഇതാണ് എൻ്റെ വർക്ക് വരുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ലെയറിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഡാറ്റൻ ഷൂട്ട്സ് ഉണ്ട്. ഇതല്ലല്ലോ, ഇത് സാധനം മാറിപ്പോയോ? ഇതല്ല, ഇപ്പോൾ ഒറിജിനൽ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒറിജിനൽ സാധനം. ഇത് ഒരു പേഷ്യൻറ്റിൻ്റെ ആണ്. ഒത്തിരി ഞാൻ കാണിക്കുന്നില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഞാൻ നാളെ എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്ത് ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു ഏൽപ്പിക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് വരാം. So asthma möchte ich Bescheid sagen. എന്താ ഞാൻ പറയുന്നത്, എനിക്ക് തന്നെ വെളിവ് പോയി കിടക്കാം. So guten Tag, guten Morgen. So die Kundin heißt Frau PC. എന്ന് ഞാൻ പറയാൻ കാരണം നമുക്ക് ഡാറ്റൻ ഷൂട്ട്സ് കാരണം നമുക്ക് കംപ്ലീറ്റ് പേര് പറയാനായിട്ട് പറ്റില്ല. പേര് പറയുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഡാറ്റൻ ഷൂട്ട്സ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇപ്പോൾ യൂട്യൂബിൽ. Okay, und sie, also Geburtsdatum ist 6.2.1949 und sie lebt alleine in einer Seniorenwohnung und wir haben die Schlüssel beim ambulanten Pflegedienst. Ja, und wir klingeln jeden Morgen und machen die Tür auf mit diesen Schlüsseln. Gehen wir rein. Okay. Und ihre Ansprechpartner oder Bezugsperson ist ihre Sohn und sie hat Pflegegrad 2 und ja, ab 19.10.2021 war sie bei uns in Ambulante. Sie haben Krankenkasse, bla bla bla. Und ihr Hausarzt ist bla bla bla. Und Dash, Apotheke, ist ihre Apotheke. Ja, und alle Rezeptanforderungen durch Arzt. Und sie geht als Pflege dreimal wöchentlich, ist Montag, Mittag und Donnerstag. Und ihre gewünschte Leistungen ist häusliche Krankenpflege, Paragraph 37, SGB 5, Blutzuckermessung und Injektion, dreimal täglich. Und Injektion 2, einmal monatlich.
Medikamente gab es zweimal täglich. Und Sachleistungen, Paragraph 36 SGB 11, Leistung 4, große Pflege einmal, also ja, und Leistung 15, Ergo-Hilfe beim Ausscheiden zweimal wöchentlich. Und Paragraph 37,3, Beratungsbesuche alle 6 Monate, weil sie hat Pflegegrad 2. Ja, und Servicepaket einmal monatlich, ja, und Medikamente im Büro einmal wöchentlich. Gut, und ihre Biografie. Da möchte ich mal ein bisschen sagen, sie ist 76 Jahre alt und sie hat beruflich im Computerbereich gearbeitet und führt ihr eigenes Geschäft. Sie war schon 12 Jahre bei der Firma Quelle gearbeitet. Sie sammelt gerne Eulenfiguren. Sie legt Wert auf ihr äußeres Erscheinungsbild, besucht regelmäßig den Physio. Sie ist Technikerin und nutzt regelmäßig Tablet und Smartphone. Und seit kurzem hat sie ihren Hund gehabt, also den Hund abgegeben, dass sie ihm nicht mehr gerecht werden konnte, weil sie war schon im Krankenhaus, also immer im Krankenhaus gewesen und ja, so. Und dies hat sie emotional belastet. Ja, und sie hat blablabla Kinder und sie hat immer also regelmäßig Kontakt zu ihren Kindern. Gut, das war's. ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഇതൊന്ന് നോക്കി വായിക്കുന്നതാണ്. ഇത് ഓക്കെയാണ്. ഞാനിത് കാണാപ്പാടം പഠിച്ചൊന്നും പറയേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതെനിക്ക് നോക്കി വായിച്ചാൽ മതി. അത് ഓക്കെയാണ്. അതിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഡയഗ്നോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻസുലിൻpflichtige sie hat insulinpflichtigen Diabetes mellitus Typ 2, Harninkontinenz. Da muss ich nochmal gucken, welche Form von Harninkontinenz ist das. Und arterielle Hypertonie, psychologische Betreuung, senile Katarakt, also graues Star. Und Körper bei Medikamente. Decrestol 2000 Einheit, Cholecalciferol, Vitamin D. Einmal mittwochs. Cholecalciferol wird gegeben, um Knochengesundheit zu stärken, Stuse zu vermeiden und Muskelschwere zu reduzieren. Es fördert die Calciumaufnahme und unterstützt das Immunsystem, besonders bei älteren Menschen mit Bewegungsmangel. Und Eliquis Film-Tabletten, also oder Apixaban, 2,5 Milligramm, einmal morgens und einmal abends. Eliquis ist eine Blutverdünner, das zur Vorbeugung von Blutgerinnseln eingesetzt wird. Es wird häufig bei Vorhofflimmern, Thrombose oder nach Operationen verordnet, um das Risiko für Schlaganfall und Embolien zu reduzieren. Duschstuhl bereitstellen, also Utensilien griffbereit haben, durch Hände desinfizieren und Handschuhe anziehen, hilft bei Entkleidung bei Bedarf und ist beim sicheren Einstieg in die Dusche, Pflege inklusive Haarwaschung bei. Na gut. സോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഞാൻ എന്താണ് നാളെ അവിടെ പോയി ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി ഒരു തേമ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ലേൺ ഓഫ് കാബ പോലൊരു അസൈൻമെൻറ്റ് പോലെ കിട്ടിയിട്ടുണ്ടാവും. അത് നമ്മൾ ഷ്രിഫ്ലിഷ് ചെയ്യണം. അതായത് ഞാനിപ്പോൾ ഈ ചെയ്ത് വെച്ചിരിക്കും പോലെ ഷ്രിഫ്ലിഷ് നമ്മൾ ഇതാക്കണം. ആൻഡ് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് നമുക്ക് അവിടെ പ്രാക്ടിക്കലി നമ്മൾ കാണിച്ചു കൊടുക്കണം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി റൈറ്റിംഗ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് നാളെ പ്രാക്ടിക്കൽ സെക്ഷനാണ്. അന്നേരം ഇതും കൂടെ ഞാൻ ക്ലിയർ ചെയ്ത് പോകും. ഫസ്റ്റ്ലി നമ്മൾ ഇത് 10 മിനിറ്റോളം എടുത്ത് സംസാരിച്ചിട്ടായിരിക്കും പിന്നെ പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ കുണ്ടൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നത്. കുണ്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ എന്നുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അല്ല, ഓപ്ഷൻ വിട് മീനിങ് ആണ് വരുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ പല മീനിങ്ങും ആയിരിക്കും, പക്ഷേ ഇവിടെ കുണ്ടൻ എന്ന് പറയുമ്പോൾ കസ്റ്റമർ എന്നുള്ളൊരു ഇതാണ്. അതുപോലെ തന്നെ ആംബുലാൻസ് ഫ്ലീഗിൽ നമ്മൾ പേഷ്യൻ്റ് അല്ല, അല്ലെങ്കിൽ പച്ചിയൻ്റ് അല്ല, നേരെ മറിച്ച് കുണ്ടനാണ്. ഫ്ലീഗ ഹൈൻസിൽ ബെവോണർ എന്ന് പറയും. ക്രാങ്കൻ ഹൗസിൽ നമ്മൾ പച്ചിയൻ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഇവിടെ ആംബുലാൻസ് ഫ്ലീഗിഡിയൻസിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും കുണ്ടനാണ്, കസ്റ്റമറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുണ്ടൻ്റെ അടുത്തേക്ക് പോവും, അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ അടുത്തേക്ക് പോവും. അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലെയറിനെ പുള്ളിക്കാരിക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഒരു സ്മോൾ ടോക്ക് അതിൻ്റെ ഇടയ്ക്കോടെ ഞാൻ കൊണ്ടുവരണം. അതിനുശേഷം ഞാൻ പുള്ളിക്കാരി അടുത്ത് സംസാരിച്ച് ഡ്യൂഷനാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. അപ്പോൾ ഭാരത് സിമ്മറിലേക്ക് ബെഗ് ലൈറ്റൺ ചെയ്ത് ഞാൻ അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ആൻറ്റി റൂട്ട്സ് മട്രാസും കാര്യങ്ങളെല്ലാം ബ്രൈറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ പുള്ളിക്കാരി ഓൾറെഡി സാധനങ്ങളെല്ലാം ബ്രൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, പക്ഷെ അതൊന്നുകൂടെ ഞാൻ ചെക്ക് ചെയ്യണം. ഫെൻസ്റ്റർ അടയ്ക്കണം, അതുപോലെ ഹൈസും കണ്ണല്ലേന്ന് നോക്കണം. ഇങ്ങനെ കുറേ കുഞ്ഞു മൈനൂട്ട് കാര്യങ്ങളാണ് നമ്മൾ മറന്നു പോകുന്നത്. പിന്നെ പുള്ളിക്കാരിനെ ഓക്കെ ആക്കിക്കൊണ്ട് അവിടെ ഒരു സ്റ്റൂളുണ്ടാവും, സ്റ്റൂളിൽ കൊണ്ടിരുത്തുക. ഡുഷ് ഹോക്കർ എന്നാണ് പറയുന്നത്. അവിടെ കൊണ്ടിരുത്തുക. അതിനുശേഷം കുളിപ്പിക്കാൻ വേണ്ടി തുടങ്ങുക. വെള്ളത്തിൻ്റെ ചൂട് കാര്യങ്ങൾ അവരുടെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കുക. അത് ഓക്കെ അല്ലേ, അൻഗനെയിമല്ലേ, ബ്ലിബ്ലി ഒക്കെ ചോദിക്കുക. അതിന് ഹാരവാഷൻ ചെയ്യുക. ഹാരവാഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം അവരെ കൊണ്ട് ചെയ്യിക്കുക. കോൺട്രാക്റ്റോ പ്രൊഫിലാക്സ് എൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്തുകൊണ്ട് ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ലെയറിന് മനസ്സിലാവും, ഓക്കെ ഈ കുട്ടിക്ക് അറിയാം, ഈ കുട്ടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് പ്ലസ് പോയിന്റ് കിട്ടും. ഞാൻ സംസാരിച്ചില്ല, പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ നെഗറ്റീവ് വരും. പുള്ളിക്കാരി ഇത് മാർക്ക് ചെയ്ത് വെക്കും. എൻ്റെ അടുത്ത് പിന്നെ പറയും. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇടിപ്പിക്കുന്ന മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ ഹാൻഡ് ഷൂ എക്സലൻസ് ചെയ്തിട്ട് എൻ്റെ ഡിസിൻഫിക്സിയറും ചെയ്ത് പിന്നെയും വെളിയിലേക്ക് വരിക.
അത് കഴിഞ്ഞ് ഞാൻ പുള്ളിക്കാരിനെ എവിടെയെങ്കിലും കൊണ്ട് ഇരുത്താം. ലൈക്ക് ബ്ലൂടൂത്ത് മെസ്സേജ് ചെയ്യാൻ വേണ്ടി പോകണല്ലോ. അപ്പം നമ്മൾ ഹാളിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഓൺസിമർ കൊണ്ടിരുത്തുന്നു. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഡ്രിങ്ക് ആൻഡ് അൺബീറ്റൻ ചെയ്യുന്നു. പുള്ളിക്കാരി കോള കുടിക്കും. അപ്പോൾ കോള അവിടെ കൊണ്ട് വെച്ചിട്ട് കുടിച്ചോളാൻ പറയാം. ഞാൻ ആ ഒരു ടൈം കൊണ്ട് ഇതൊന്നും ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറി 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വരും. അപ്പോഴത്തേക്ക് ഞാൻ കൈയും എല്ലാ ഡിസിൻഫിക്സറും ചെയ്തിട്ട് ഞാൻ പറയും ഫ്രൗ ബ്ലാ ബ്ലാ ബ്ലാ, നമുക്ക് ബ്ലൂടൂത്ത് മെസ്സേജ് ചെയ്യാം, അപ്പോൾ അവിടെ വന്നിരുന്നാലും എന്ന് പറഞ്ഞ് അവിടെ കസാര കൊണ്ടിരുത്തും. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം വെറൈറ്റി ചെയ്യുമ്പോൾ ആ ടൈമിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു മൈന്യൂട്ട് കാര്യങ്ങൾ ചോദിക്കുക. കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് അതാണ് പേടി, എനിക്ക് സംസാരിക്കാൻ പാടാണ്. ആൻഡ് അതിനുശേഷം എന്താ പറയുക, അതിനുശേഷം ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് ചോദിക്കും എവിടെയാണ്. സാധാരണ പുള്ളിക്കാരിക്ക് ഹാൻഡിലാണ് നമ്മൾ, അല്ലെങ്കിൽ ഫിംഗറിലാണ് നമ്മൾ ബ്ലൂടൂത്ത് എടുക്കാൻ വേണ്ടി ബ്ലൂട്ട് എടുക്കുന്നത്. പക്ഷേ പുള്ളിക്കാരുടെ അടുത്ത് ടീച്ചർ വരുമ്പോൾ നമ്മൾ ചോദിക്കണം എക്സ്ട്രാ, എവിടെയാണ് ഞാൻ നോക്കേണ്ടത്, ചെവിയിൽ നിന്ന് എടുക്കണോ കയ്യിൽ നിന്ന് എടുക്കണോ എന്ന് ഞാൻ ചോദിക്കുക. ആൻഡ് പുള്ളിക്കാരി അപ്പോൾ പറയും എൻ്റെ കയ്യിൽ നിന്ന് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പുള്ളിക്കാരുടെ അടുത്ത് ഒരു ഓപ്ഷനായിട്ട് കൊടുക്കാം, നമുക്ക് ചെവിയിൽ നിന്ന് എടുക്കാൻ പറ്റും, കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റും, അതിന് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അതും അവിടെ എൻ്റെ ഒരു ഇതാണ്. കാരണം പുള്ളിക്കാരിക്ക് ഡയബറ്റിസ് ഉണ്ട്. ഡയബറ്റിസ് ഉള്ള സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് ബ്ലാ ബ്ലാ അടിച്ചു കൊടുക്കണം. എന്നാലും ടീച്ചർ മനസ്സിലാവുള്ളൂ എനിക്കതറിയാം എന്നുള്ളൊരു കേസ്. അത് കഴിഞ്ഞ് ബ്ലൂട്ട് എടുക്കുന്ന ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ട് ഞാനത് എടുക്കുന്നു, ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്ത ശേഷം ഇൻസുലിൻ കുത്തിവെക്കാൻ നേരത്ത് ഞാൻ ചോദിക്കുക ഇതേ ക്വസ്റ്റ്യൻ, ഞാൻ എവിടെ കുത്തിവെക്കണം, ഓപ്പറേഷനിൽ കുത്തിവെക്കണോ അതോ ബൗഹിൽ കുത്തിവെക്കണം. അപ്പോൾ പുള്ളിക്കാരി ഉറപ്പായിട്ടും ബൗഹ് എന്ന് പറയും. കാരണം പുള്ളിക്കാരിയുടെ മെയിൻ പ്ലേസ് അതാണ്, എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ബൗഹ് കുത്തിവെക്കുക. അത് കഴിഞ്ഞ് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആക്കുക. അത് കഴിഞ്ഞ് പുള്ളിക്കാരി എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ടാറ്റാ ബൈ ബൈ വിങ്കെ കാണിച്ചിട്ട് നമ്മൾ ഇറങ്ങി നേരെ സ്റ്റേഷനിലേക്ക് വരും. പിന്നെ ഞാനും എൻ്റെ ലെയറിന് വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. പുള്ളിക്കാരി ഫസ്റ്റ്ലി എൻ്റെ അടുത്ത് ചോദിക്കും എന്തൊക്കെയാണ് നിനക്ക് തോന്നിയത്, നീ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല എന്ന് ചോദിക്കും. അവിടെ എനിക്ക് എന്നെ സെൽഫായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം അവരെനിക്ക് ഒരുക്കി തരും. അപ്പോൾ അതിൽ ഞാൻ പറയാം എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഞാൻ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു എന്നുള്ള കേസ് എനിക്ക് വേണേൽ പറയാം. അവരിപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മളോട് ഇങ്ങോട്ട് പറയും. എന്നാലും അവർ ലാസ്റ്റ് നമ്മൾ ചോദിക്കും നീ എത്ര നോട്ട് നിനക്ക് കൊടുക്കും എന്ന് ചോദിക്കും. അപ്പം ഞാൻ അവിടെ എനിക്കൊരു 2 or 1 പറഞ്ഞാലും അവർ തരുന്ന നോട്ടായിരിക്കും. പക്ഷേ നമുക്ക് പറയുന്നതിന് മുടക്കുന്നില്ല. അവിടെ ഞാൻ നല്ലൊരു നോട്ട് പറയുന്നു, നല്ലൊരു നോട്ട് വാങ്ങി നാളെ തിരിച്ചു വരുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്കത് നാളെ നോക്കാം. ഇനി അപ്പം ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്തിരുന്ന് പഠിക്കട്ടെ. വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് നാളെ ഇച്ചിരി ലേറ്റായിട്ട് പോയാൽ മതി, അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇനി ഞാൻ എന്താണെങ്കിലും കിടക്കൊന്നുമില്ല, ഫോണിലും ലാപ്പിലൊക്കെ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. എൻ്റെ വക നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടൊരു കിസ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഫോണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഇനി കിടന്നിട്ട് നമുക്ക് നാളെ രാവിലെ കാണാം. ഇങ്ങനെ നമ്മുടെ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുകയാണ്. കാരണം 6:30 ആയിട്ടുണ്ട്. 8:30 എൻ്റെ വണ്ടി ഇവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് പോകാനുണ്ട്. പോലീസ് സ്റ്റേഷനൊന്നല്ല കേട്ടോ, വർക്ക് ചെയ്യുന്ന സ്റ്റേഷനിലേക്ക്. അപ്പം ഞാൻ എന്തായാലും പോയി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് എനിക്ക് കഴിക്കാനുള്ളത് ഇന്ന് എന്തായിരുന്നു, ഇതാണ് നമ്മുടെ KFC ആണ്, ഫ്രൈഡ് ചിക്കനാണ്, KFC ആണ്. ഓക്കെ, അത് ഞാൻ പോയി കഴിക്കട്ടെ. ഫോണിൽ ചാർജും ഇല്ല, അപ്പോൾ കുത്തിയോടെ ഇടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഞാൻ കൊണ്ട് ഫുഡ് കാണിക്കുന്നില്ല. ഫ്രൈഡ് ചിക്കൻ എല്ലാവർക്കും അറിയാമല്ലോ, KFC എന്ന് പറയുമ്പോൾ KFC ആണ് കഴിക്കാനുള്ളത്. കാരണം ഇന്നലെ വാങ്ങിച്ചതിൻ്റെ മിച്ചമുണ്ട്. അപ്പോൾ അത് കഴിക്കട്ടെ കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ഇനി നന്ദുവിനെ ഒന്ന് വിളിക്കണം. നന്ദുവിനെ വിളിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കാരണം നന്ദുവിനെ നിങ്ങൾ കണ്ട് കുറേ നാളായി. ആൻഡ് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കാണുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് ഇപ്പോഴും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക ഇവിടെ. എനിക്ക് അറിഞ്ഞൂടാ, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ വെളിയിലേക്കൊന്നുമില്ലായിരുന്നു. തീർച്ചയായിട്ടും രാവിലെ പോകണം, അപ്പുറത്തെ വീട്ടിലായിരുന്നു തോന്നുന്നു. നല്ല രസമുണ്ട് മഞ്ഞ് പെയ്ത് കിടക്കുന്ന കാണാൻ. ശരിക്കും ഡിസംബർ അല്ലെങ്കിൽ വിൻ്റർ ആയ അവസ്ഥ ഇപ്പോഴാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ ഇത്ര ലൈറ്റ് ഇല്ല, ഒരു ബ്ലൂവിഷ് കളറിലാണ് കിടക്കുന്നത്. ആൻഡ് വണ്ടിയുടെയൊക്കെ മുകളിൽ നോക്കുക ഗൈസ്. ഇപ്പോഴാണ് ഒരു വിൻ്റർ അല്ലെങ്കിൽ ഡിസംബർ ആയ ഒരു ഫീലിലേക്ക് വരുന്നത്. ഞാനിവിടെ കുറച്ചുകൂടെ ഒരു നോർത്ത് എന്ന് പറയാൻ പറ്റില്ല കംപ്ലീറ്റ്, എന്നാലും ആ ഒരു സൈഡിലേക്ക് നിൽക്കുന്നതുകൊണ്ട് ഈ ബാഡൻ വിട്ടൻബർഗോ അല്ലെങ്കിൽ ബയേണിലോ അവിടെയൊക്കെ മഞ്ഞ് പെയ്യുന്ന ടൈമിൽ ഇവിടെ മഞ്ഞുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവിടെ മഞ്ഞ് കാണുള്ളായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കും മഞ്ഞുള്ളത്, എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഗുഡ്, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. പക്ഷേ കാലാവസ്ഥ മോശമാണ്. നമുക്ക് പോകുമ്പോൾ അപ്പം അത്രയും കൂടുതൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് പോകേണ്ടി വരും. ഞാൻ നന്ദുവിനൊക്കെ ഒന്ന് വിളിക്കട്ടെ.
ഫോണിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് സൗണ്ട് പിന്നെ ക്യാച്ച് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്താ പറഞ്ഞെന്നുള്ളൊരു കേസ് വിട്ടുപോയി. പക്ഷെ എന്തോ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, ചുമ്മാ എന്തോ പൊട്ടത്തരമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ഞാൻ എൻ്റെ മുടിയും കെട്ടി അവനോരോ കോപ്രായങ്ങളും കാണിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളൂ. നന്ദു പോയ പിന്നെ നിങ്ങളാരും നന്ദുവിനെ കണ്ടിട്ടുണ്ടാവില്ല യൂട്യൂബിൽ. അതുകൊണ്ട് ഞാൻ പിന്നെ നന്ദുവിൻ്റെ അടുത്ത് എക്സ്ട്രാ പറഞ്ഞ് കൺസെൻ്റൊക്കെ വാങ്ങി സൈനൊക്കെ ഇടിപ്പിച്ചിട്ടാണ് ആളെ കൊണ്ട് വീഡിയോയിൽ ഞാൻ കയറ്റിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നന്ദുവായിട്ട് ഇനി കുറേ നേരം അങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കും. എന്നാ പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും സീരിയസ്ലി എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു തന്നേനെ. എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, ആരുടെയൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറ്റമാണോ എന്താണോ എന്തൊക്കെയൊക്കെയോ സംസാരിക്കുന്നുണ്ട്. കുറേ നാളുകൂടി കണ്ടതിൻ്റെ ഒരു ഇതായിരിക്കാം. അല്ല കുറേ ഞങ്ങളൊന്നും കാണാറുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞാണ്. ഞാൻ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നടക്കുകയാണ്, ലൈക്ക് വീട്ടിൽ നിന്ന് നടക്കുകയാണ് ഞാൻ. ഇനി ട്രെയിൻ എന്തൊക്കെയാണ് ഞാൻ പറയണേ, ട്രെയിനും പോയിട്ട് ഇത് പിടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ, ബസ് പിടിച്ചിട്ട് പോകണം. ബസ് ഇപ്പോൾ വരാറായിട്ടുണ്ട്. റോഡ് മൊത്തം തെന്നിക്കിടക്കാണ് കേട്ടോ, കാരണം മഞ്ഞ് പെയ്ത് ഇത് കാണാം, മഞ്ഞ് പെയ്തിട്ട് തെന്നിക്കിടക്കാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നടക്കാൻ. ബസ് ഇപ്പോൾ തന്നെ വരും കേട്ടോ. അപ്പോൾ ഞാൻ പോട്ടെ, പോയി കഴിഞ്ഞ് കാണാം. ഓക്കെ, ഇപ്പോൾ മഞ്ഞ് തുള്ളികൾ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ പെയ്യുന്നുണ്ട് കുറച്ചായിട്ട് കേട്ടോ. ഞാൻ പയ്യെ പോട്ടേട്ടാ. അപ്പോൾ ഞാനൊരു ലാസ്റ്റ് ട്രിപ്പായിട്ട് സ്റ്റേഷനിലിരുന്ന് മാപ്പെല്ലാം ഒന്ന് നോക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പോയിൻറ്റ്സ് എനിക്ക് പറയാൻ എളുപ്പത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ഷോർട്ട് ഫോമിൻ്റെ ഒക്കെ വലിയ വാക്കുകളും അതും ഇതും എല്ലാം കൂടെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് സ്റ്റേഷനിൽ ഞാനിരുന്ന് പഠിക്കുന്ന സ്ഥലം കേട്ടോ. ഇവിടെ ആരും ഉണ്ടാവില്ല, ഇവിടെ പൊതുവേ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ 2 മാപ്പ് ഉണ്ടാക്കി, ഒരെണ്ണം എനിക്കും ഒരെണ്ണം ടീച്ചറിനും ആയിട്ട്. സോ ഗൈസ്, അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. കാരണം വേറൊന്നുമല്ല, എനിക്ക് സമയം കിട്ടിയില്ല അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ വീട്ടിൽ വിളിക്കലായി, ബഹളമായി, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു അഡ്വർടൈസ്മെൻ്റ് വീഡിയോ എടുക്കലായി, അതുപോലെ തന്നെ വേറൊരു വീഡിയോ എടുക്കലായി. അങ്ങനെ കുറേ വീഡിയോ എടുക്കലും പരിപാടികളായിരുന്നു. ഞാനിപ്പോൾ ഫുഡും ബ്രെഡും ജാമും കഴിച്ചിട്ടിരിക്കണുള്ളൂ. ഇതുവരെ വേറൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. എനിക്ക് ചോറ് തരണം, കുറച്ച് പരിപാടികൾ അങ്ങനെ ചെയ്യാനുണ്ട്. അപ്പോൾ നാളെ ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ട്, അതിന് കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുണ്ട്. അപ്പോൾ എനിവേ, എൻ്റെ ഒരു വാലന്റൈൻസ് ഡേ ഇതൊക്കെ തന്നെയായിരുന്നു. എൻ്റെ എക്സാം ആയിരുന്നു എൻ്റെ വാലന്റൈൻസ് ഡേ. എൻ്റെ എക്സാം എങ്ങനെ പോയിന്ന് ഞാൻ പറയാം. ആക്ച്വലി ഞാൻ ഭയങ്കര പ്രിപ്പയർഡായിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, സത്യം പറയുകയാണെങ്കിൽ. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എല്ലാം എപ്പോഴും ഉണ്ടായിരിക്കും പോലെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ ടെൻഷൻ ഫ്രീ ആയിട്ടായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ടീച്ചർ വന്നു. ടീച്ചർ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മാപ്പ് ഫോസ്റ്റിൻ ചെയ്യും. നമ്മൾ കൊണ്ടുപോയ സാധനം നമ്മൾ അവരെ പറഞ്ഞു കേൾപ്പിക്കും. അത് കേൾപ്പിച്ചുകൊണ്ടിരുന്ന ടൈമിൽ പുള്ളിക്കാരി എൻ്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ആൻസർ പറഞ്ഞു. അതിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ടിപ്സ് ആയിട്ട് പറഞ്ഞു തന്നു. നെക്സ്റ്റ് ടൈം എഴുതുമ്പോൾ ഇന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, ഇന്ന കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാം എന്നുള്ള ജസ്റ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തന്നു പുള്ളിക്കാർ. കാരണം അബ്സല്യൂട്ട് പ്രൂഫിംഗ് ഒക്കെ വരുവാണല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുണ്ടൻ്റെ അടുത്തേക്ക് പോയി, ലൈക്ക് പേഷ്യൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുള്ളിക്കാരി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പുള്ളിക്കാരി ഒരുങ്ങിയൊക്കെ ഇരിക്കുകയാണ്. ഞങ്ങൾ പോയപ്പോഴത്തേക്ക് കുളിപ്പിക്കാനുള്ള കേട്ടോ. എന്നിട്ട് അവിടെ പോയി ഞാൻ ടീച്ചറിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ സ്റ്റാർട്ട് ചെയ്തു കുളിപ്പിക്കാനൊക്കെ ആയിട്ട്. ഞാൻ പയ്യെ സ്റ്റാർട്ട് ചെയ്തു കുളിപ്പിക്കാനൊക്കെ ആയിട്ട്. ആൻഡ് കുളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കുളിമുറിയുടെ അകത്ത് നിറച്ച് വെള്ളം കെട്ടി നിൽക്കും. അത് എന്ത് ചെയ്താൽ താഴെ പോകുന്നില്ല. അപ്പം പ്രായം കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ അതോടൊരു ഇതിൽ കണക്കാക്കണമല്ലോ. കാരണം വലിയടത്തും മറിഞ്ഞാടും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇഷ്യൂ അല്ലേ. എന്നിട്ട് ഞാൻ പിന്നെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്തു. കാരണം വെള്ളം പോകത്തിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതെൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്ക് അല്ല. എന്നിട്ട് പുള്ളിക്കാരനെ കുളിപ്പിച്ച് മേലൊക്കെ തുറപ്പിച്ച് ഞങ്ങൾ പോയി. എങ്ങോട്ട് പോയി? ഹാളിൽ പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തിട്ട് ഞാൻ ബാക്കി ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി ക്ലീൻ ചെയ്തിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരെ അടുത്ത് ഞാൻ പോയി. എന്നിട്ട് ഞാൻ ചോദിച്ചു എവിടെയാണ് ഞാൻ ചെക്ക് ചെയ്യേണ്ടത്, ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എവിടെ നിന്നാണ് ബ്ലഡ് എടുക്കണമെന്ന് ചോദിച്ചു. ചെവിയിൽ നിന്ന് എടുക്കണോ അതെയോ കയ്യിൽ നിന്ന് എടുക്കണോ എന്ന് ചോദിച്ചു. പുള്ളിക്കാർ പറഞ്ഞാൽ കയ്യിൽ നിന്ന് എടുത്താൽ മതി. എൻ്റെ ഡിസിൻഫെക്ഷനൊക്കെ ചെയ്ത് നന്നായിട്ട് കയ്യിൽ നിന്ന് ബ്ലഡൊക്കെ എടുത്ത് അതെല്ലാം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി 90 അവിടെ അടുത്തത്. അപ്പോൾ എനിക്ക് ഇൻസുലിൻ കുത്തി വെക്കേണ്ട വന്നില്ല. ഞാൻ ഇൻസുലിൻ കുത്തി വെക്കാനോടെ വെറൈറ്റി ചെയ്തിട്ടാണ് പോയതല്ലേ, റെഡി ആയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഇൻസുലിൻ കുത്തി വെക്കേണ്ട വന്നില്ല. അപ്പോൾ ഞാൻ 90 വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പാനിക്കായി. അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി എന്ത് പറയും, ഡോക്യുമെൻറ്റേഷൻ ചെയ്യണോ എങ്ങനെയാണെന്നുള്ള രീതിയിലൊരു പാനിക് സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫ്രോപ്പേ ഇത് കുറച്ച് കുറവാണ്, സോ എന്ത് ചെയ്യണം,
പുള്ളിക്കാരി എടുത്ത് ഞാൻ ചോദിച്ചു എന്നെ കഴിച്ചെന്ന് ചോദിച്ചപ്പോൾ ഒരു പീസ് ബ്രെഡ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഉച്ചയ്ക്ക് ഇത് കുറഞ്ഞത്, സ്വാഭാവികമാണല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞു 1 മിനിറ്റ് ഞാൻ ഇച്ചിരി പഴം എടുത്തരാമെന്ന് പറഞ്ഞു. ഞാൻ ഒരു പഴം എടുത്ത് കൊടുത്തു. എന്നിട്ട് വെള്ളം കുറച്ച് കോളയും കൂടെ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കണം കേട്ടോ, മെറ്റാഗസൻ കഴിക്കണം, കാരണം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഒത്തിരി ഞാൻ പറയാൻ പോയില്ല, കാരണം ആ ഒരു സ്ട്രെസ്സിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിട്ടുപോയി. പിന്നെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് താങ്ക് യു അതും ഇതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞൊരു റിഫ്ലെക്ഷൻ എക്സ്പ്രഷൻ ഉണ്ടാവും. ഞാൻ ചെയ്തതിൽ എനിക്ക് എന്നെ തന്നെ വിലയിരുത്താനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ എനിക്ക് ആ ടൈമിലൊന്നും ഓർമ്മ വന്നില്ലെങ്കിലും എനിക്ക് ഓർമ്മ വന്ന ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു. പുള്ളിക്കാരി ഹാപ്പി ആയിരുന്നു. എനിക്ക് ഒരു 3 തെറ്റുകളാണ് പുള്ളിക്കാരി പറഞ്ഞു തന്നത്, വേറെ ഒന്നും പറഞ്ഞില്ല. ആകെ 3 തെറ്റുണ്ടായിരുന്നുള്ളൂ. ഞാൻ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഒന്ന്, എൻ്റെ അടുത്ത് പറഞ്ഞു മാപ്പ് എഴുതിയപ്പോൾ ഫേഹിഷ് കൈറ്റിനോട് ആഡ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഐൻസ്റ്റീനും എഴുതിയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഫേഹിഷ് കൈറ്റിനോട് ആഡ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എടുത്ത് പറഞ്ഞു ബെറാറ്റോക്സ് കിഷ്പ്രേഷ് ഡൂഷ്ഫിറും ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞു. അതൊന്ന് ഡയബറ്റിസ് കുറഞ്ഞപ്പോഴും അതുപോലെ സ്റ്റൂസിൻ്റെ ഒരു ഇതായിട്ട് പുള്ളിക്കാരിക്ക് കുറച്ചൊരു വാക്കിലിഷായിട്ടാണ് നടക്കുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ പേരിലൊന്ന് ബെറാറ്റോക്സ് കിഷ്പ്രേഷ് ചെയ്യണമെന്ന്. ഈ ഫുഡ് കഴിക്കാൻ പറഞ്ഞ ഫുഡൊക്കെ എടുത്ത് കൊടുത്തു, പക്ഷെ അത് കുറച്ചുകൂടി ഒന്ന് നീ അടിപൊളിയായിട്ട് ചെയ്തായിരുന്നെങ്കിൽ അതിന് മാർക്ക് കിട്ടിയേനെ എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മിസ്റ്റേക്ക് വന്ന എവിടെയായിരുന്നു ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യത്തിൽ. കാരണം ഞാനിത് അങ്ങനെ ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ടില്ല. സാധാരണ ഇത് നഴ്സുമാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കറിയത്തില്ല ഞാൻ ഡോക്യുമെൻറ്റേഷൻ എങ്ങനെയാണ് ബി പി പോയിട്ട് ബ്ലഡ് ഷുഗർ നോക്കി കഴിഞ്ഞിട്ട് വേർട്ടും കാര്യങ്ങളൊക്കെ എഴുതാൻ അറിയാമെന്നുണ്ടെങ്കിലും ഞാൻ അതല്ലാണ്ട് എന്തെങ്കിലും ഇൻഫോസോ കാര്യങ്ങളോ ബെറിഷ് പ്ലാറ്റോ കാര്യങ്ങളോ ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല ആംബുലാൻഡിൽ. എന്നേരം അത് എവിടെയാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം ഒരു ഫോണിനകത്തായിരിക്കുന്നത്. അപ്പോൾ എനിക്കത് അറിയാവുന്നുണ്ട്, ഞാൻ എഴുതില്ലല്ലോ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു അത് കുഴപ്പം നോക്കണം, കാരണം ഇത് കഴിഞ്ഞ് പോകുന്ന നഴ്സുമാർക്ക് അറിയത്തില്ലല്ലോ പുള്ളിക്കാരുടെ അടുത്ത് കുറഞ്ഞിരിക്കുകയാണോ എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ ഇതെനിക്ക് അറിയില്ല എന്ന് എനിക്ക് അവരുടെ അടുത്ത് പറയാൻ പറ്റില്ലല്ലോ. എന്നെ ഇവിടെ നിന്ന് പഠിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അല്ല ചെയ്യുന്നതെന്ന്. സോ അതുകൊണ്ട് ഞാനതങ്ങ് വിട്ടു. അപ്പം അതുകൊണ്ട് ഞാൻ ഓക്കെയാണ്. കാരണം എനിക്ക് പണ്ടെപ്പോഴും ഈ ഇങ്ങനത്തെ പ്രാക്ടിക്കൽ എക്സാമിന് എനിക്ക് പ്രശ്നം വന്നുകൊണ്ടിരുന്നത് കമ്മ്യൂണിക്കേഷനായിരുന്നു. ഞാൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കുറച്ച് പാടായിരുന്നു എനിക്ക് എപ്പോഴും, സ്ട്രെസ്സായിരുന്നു എപ്പോഴും. പക്ഷെ ഇപ്പോൾ അതൊന്നും പ്രശ്നമില്ല. ഹൈജീനൊക്കെ ആയിരുന്നു, കമ്മ്യൂണിക്കേഷനൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പുള്ളിക്കാർ പറഞ്ഞു ഇനി പ്രാക്ടിക്കൽസ് ഒന്നുമില്ല, ഇനി നമുക്ക് ലാസ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും എന്താണ് ജനറൽ പ്രോബിയോ അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നല്ലോ, ജനറൽ പ്രോബിയോ അങ്ങനെ എന്തോ സംതിങ് അങ്ങനെ എന്തോ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ലാസ്റ്റ് എക്സാം ആകുമ്പോഴത്തേക്കാണ്. അതിന് മുന്നേ ഇനി പ്രാക്ടിക്കൽസ് ഒന്നും ഇല്ല. ഇനിയിപ്പം സ്കൂളും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഞാനും നിങ്ങളും എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ വീട്ടിലും ഒക്കെ വിളിച്ചു. ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. ഇനി നാളെ അവധിയാണ്, നാളത്തേക്കും അവധിയാണ്. ഞാൻ കുളിച്ചതുകൊണ്ട് എൻ്റെ മുടി എനിക്കിന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടിപൊളിയായിട്ട് കിടക്കുന്നു. അങ്ങനെ അപ്പം ഇന്നത്തെ കാര്യങ്ങളൊക്കെ പോയി. ഇനി ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ട്, പക്ഷെ മടിയും ഉണ്ട് അതിൻ്റെ കൂടെ. പക്ഷെ എന്ത് കഴിക്കുന്നു എനിക്കറിയത്തില്ല. അപ്പം നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടാക്കി ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ ഒന്നും കഴിക്കില്ല. ഞാൻ കിടന്നുറങ്ങും എന്നിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.